പ്രൈസ് ലോർഡ്. എല്ലാ ജോയ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. കർത്താവ് നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം തന്നല്ലോ. ആ ദിവസം ഈ സാക്ഷി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഏലപ്പാറയിൽ നിന്നൊരു കർത്താവിൻ്റെ ദാസനാണ്. അനേക വർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരുന്ന ദൈവദാസൻ്റെ ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് ഓരോരുത്തർക്കും ആ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾ ആ സാക്ഷ്യം ശ്രദ്ധിച്ചാട്ട്. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഏലപ്പാറയാണെന്ന് പറഞ്ഞു. കോഴിക്കാനം. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് പാസ്റ്റേ? ഭാര്യയുണ്ട്. ആ, ഭാര്യ ഞാൻ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ കുടുംബങ്ങളായി ഓരോ സ്ഥലങ്ങളിൽ താമസിക്കുക അല്ലേ? മൂത്തവൻ മുണ്ടക്കൽ, ആ, രണ്ടാമത്തെ മോൻ പൂഞ്ഞാർ ഈരാറ്റുപേട്ട, പിന്നെ മോള് കോഴിക്കാനം. ഓക്കെ ഓക്കെ പാസ്റ്റേ. മൂന്ന് മക്കള്. ആ, പാസ്റ്റർ സഭയുടെ ശുശ്രൂഷയിലാണോ ഇപ്പോഴും? അതെ. ഓക്കെ ഓക്കെ. കർത്താവിൻ്റെ ദാസനെ ഒരുപാട് വർഷങ്ങളായി കാണുമല്ലോ കർത്താവിൻ്റെ വേലയിലായിട്ട്. 36 വർഷം. അപ്പോൾ 36 വർഷത്തെ ജീവിതാനുഭവമുണ്ട് ഒരു കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ. കർത്താവ് നടത്തിയ വിധങ്ങൾ, വഴികൾ, കർത്താവിന് വേണ്ടി ചെയ്തത്, കർത്താവ് നടത്തി പരിപാലിച്ചതെല്ലാം കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. ഞങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ കർത്താവിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾക്കും വഴികൾക്കുമായി സ്തോത്രം. കർത്താവ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നടത്തിയതുമൊക്കെ കേൾക്കുവാനിടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പറയുവാനുള്ള ദൈവകൃപ അതിൻ്റെ ദാസൻ്റെ മേ ദൈവം കൊടുത്താട്ട്. കർത്താവിൻ്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ ദൈവം സഹായിച്ചാട്ടോ. നിങ്ങളുടെ പാദപീഠത്തിൽ അല്പസമയം ഇരിക്കട്ടെ അപ്പ. അങ്ങോട്ട് സാന്നിധ്യത്തിനുള്ളിൽ നിറച്ചാട്ടോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ പാസ്റ്റേ, ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ ദാസന് നൽകി തരികയാണ്. ദൈവദാസന് ജീവിതാനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ പാസ്റ്റേ, താങ്ക് യു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. പ്രിയ ദൈവദാസനെ കഴിഞ്ഞ ദിവസം ഫോണിൽ കൂടി സംസാരിക്കാൻ ഇടയായി. ഇങ്ങനെയാണ് പരിചയപ്പെടാൻ ഇടയായത്. ഞാൻ എൻ്റെ അനുഭവ സാക്ഷികൾ ഒരു ദൈവദാസൻ അവൻ മൊബൈലെടുത്ത് അതിങ്ങനെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടി ഇടാനിടയായി. അതിൻ്റെ ബന്ധത്തിലാണ് പ്രിയ ദേവദാസനെ ഫോണിൽ കൂടി പരിചയപ്പെടുവാൻ ഇടയായത്. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മറ്റേ എൻ്റെ അനുഭവ സാക്ഷികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനൊരു ഹിന്ദു ഈഴവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. SNDP വിവാഹത്തിൽ എൻ്റെ അച്ഛൻ്റെ പേര് രാഘവൻ, എൻ്റെ അമ്മയുടെ പേര് ചെല്ലമ്മ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 5 മക്കളാണ്. ആ 5 പേരിൽ ഏറ്റവും മൂത്തവൻ ഞാനായിരുന്നു. അങ്ങനെ എസ്റ്റേറ്റിൽ എൻ്റെ അച്ഛൻ്റെ വീട് ഹരിപ്പാടാണ്, എൻ്റെ അമ്മയുടെ വീട് മാവേലിക്കരയാണ്. ഒരു വിവാഹത്തിന് ശേഷം അവർ ഏലപ്പാറ കോഴിക്കാൻ എസ്റ്റേറ്റിൽ TT കമ്പനി എസ്റ്റേറ്റിലേക്ക് ജോലിക്കായി കടന്നു വരുവാനിടയായി. അങ്ങനെ ഈ എസ്റ്റേറ്റിൽ വന്ന് കോഴിക്കാനത്താണ് ഞാൻ ജനിച്ചത്. ഇന്ന് എനിക്ക് 71 വയസ്സ് കഴിയാൻ പോകുന്നു. ഞാൻ ജനിച്ചത് കോഴിക്കാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ ഹിന്ദു കുടുംബത്തിലായിരുന്നു. അപ്പോൾ എല്ലാ ആണ്ടിലും ഞങ്ങൾ പാസ്റ്റേ ഒരു മിനിറ്റ്, പാസ്റ്ററിന്റെ പേരൊന്ന് പറഞ്ഞാട്ട് പാസ്റ്റേ. പാസ്റ്ററിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞാട്ട്. എൻ്റെ പേര് ശശി രാഘവൻ. ശശി എന്നാണ് എൻ്റെ പേര്. എൻ്റെ അച്ഛൻ്റെ പേര് രാഘവൻ. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ഹരിപ്പാട്ട് ഞങ്ങൾക്കൊരു അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് അച്ഛൻ അമ്മ ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനാണ് ആ അമ്പലത്തിൽ പറയെടുക്കാൻ പോകുന്നത്. ആനപ്പുറത്ത് 40 ദിവസം എൻ്റെ അച്ഛനാണ് പറയെടുക്കുന്നതൊക്കെ. അങ്ങനെ ആയിരുന്നു എൻ്റെ കുഞ്ഞു പ്രായം മുതൽ അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നെ ഞങ്ങൾ കോഴിക്കാനത്ത് തന്നെ ഞാൻ ജനിച്ചു വളർന്നത് കൊണ്ട് കോഴിക്കാനത്ത് ഒരു അമ്പലം ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ മാധവൻ എന്ന് പറയും,
അച്ഛൻ്റെ ചേട്ടൻ്റെ പേര് കേശവൻ എന്ന് പറയും. അങ്ങനെ അവരെല്ലാം കുടുംബമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ വലിയച്ഛൻ മാതങ്കങ്ങാണി എന്ന് പറയും, അദ്ദേഹം ഇവിടുത്തെ സൂപ്പർവൈസറായിരുന്നു. എൻ്റെ അച്ഛൻ ഇവിടെ തടിയുടെ കോൺട്രാക്ടറായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. എന്നാൽ എനിക്ക് ഏതാണ്ട് ഒരു 12 വയസ്സുള്ളപ്പോൾ മുതൽ ഇവിടെ ഒരു അമ്പലം വേണമെന്നുള്ള രീതിയിൽ ചെറിയതായിട്ട് ഒരു കോഴിക്കോട് പോലെയുള്ള ഒരു ഇത് പണിത് അതിനകത്തൊരു ചെറിയ നിലവിളക്ക് കൊണ്ടുവന്ന് വെച്ച് അവിടെ ഞാനാണ് വിളക്ക് കത്തിക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. എനിക്ക് 12 വയസ്സുള്ള കാലം മുതൽ വളരെ ഹിന്ദു ഭക്തിയിൽ തന്നെ ഞാൻ ആയിരിക്കാനിടയായി. ആ സമയത്തൊക്കെ ഞാൻ ശബരിമലയ്ക്ക് എൻ്റെ അച്ഛനുമൊക്കെ മാലയിട്ട് ഞങ്ങളങ്ങനെ ശബരിമലയ്ക്ക് പോകും. അങ്ങനെ ഏകദേശം ഞാൻ ഒരു 8 പ്രാവശ്യത്തോളം ശബരിമലയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇരുന്ന് ഒരമ്പലം ഇവിടെ പണിതു. ആ പുതിയൊരു വലിയൊരു അമ്പലമൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനാണ് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛനില്ല എങ്കിൽ ഞാനാണ് പോകുന്നത്. ഞാൻ പോയി മിക്കവാറും ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും ഒക്കെ പോയി വിളക്ക് കത്തിക്കുകയും കുളിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. 16 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളൊരു പൂജാരിയൊക്കെ വെച്ച് അങ്ങനെ പിന്നെ പൂജാരിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഹിന്ദു ഭക്തിയിൽ ആ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകാനിടയായി. എന്നാൽ ഈ പൂജാരി ഇല്ലാത്ത സമയത്ത് ഞാനാണ് പോകുന്നത് വിളക്ക് കത്തിക്കാനൊക്കെ, പൂജയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ എസ്റ്റേറ്റ് ലയത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. 8 കുടുംബമാണ് താമസിക്കുന്നത്. അതിൽ ഞാൻ 2 കുടുംബം ഒഴിച്ചാൽ ബാക്കിയെല്ലാം തമിഴ്ക്കാരുമുണ്ട്, മലയാളികളുമുണ്ട്. വിശ്വാസികൾ 2 കുടുംബം വിശ്വാസ കുടുംബത്തിലായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത വീടായിരുന്നു. അപ്പോൾ അവിടെ ഒരു അപ്പച്ചൻ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുമായിരുന്നു. അപ്പം ഞാൻ അപ്പച്ചനോട് പലപ്പോഴും പറയുമായിരുന്നു, ഇവിടെ പ്രാർത്ഥിക്കാൻ വരരുത്, ഈ ലയത്തിൽ വരാൻ പാടില്ല എന്ന് ഞാൻ അദ്ദേഹത്തെ പറയുമായിരുന്നു. പക്ഷേ ഒരു ദിവസം പുള്ളി അവരുടെ സഭയിൽ പോകുന്ന ഒരു സഹോദരി സുഖമില്ലാതെ കിടന്നതുകൊണ്ട് അപ്പച്ചനെ വിളിച്ച് അപ്പച്ചൻ അവിടെ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അപ്പച്ചൻ ഇറങ്ങി വരുമ്പോൾ ഞാൻ അമ്പലത്തിൽ പൂജയൊക്കെ ചെയ്തിട്ട് അന്ന് ഞാൻ ചെറിയ സ്മോളൊക്കെ അടിക്കുമായിരുന്നു. അടിച്ച് ഒരു സിഗരറ്റൊക്കെ വരച്ച് ഞാൻ ആലിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ അപ്പച്ചൻ ബൈബിൾ ഇങ്ങനെ ലക്ഷത്തിൽ ഇങ്ങനെ പിടിച്ച് അപ്പച്ചൻ ഇറങ്ങി വരികയാണ്. അപ്പോൾ അപ്പച്ചന് 76 വയസ്സുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് 19 വയസ്സ് പോലും ഇല്ല, 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അപ്പച്ചൻ ഇറങ്ങി വന്ന് എന്നെ കണ്ടപ്പോൾ അപ്പച്ചൻ അവിടെ തന്നെ അങ്ങ് നിന്നു. പിന്നെ ഞാനിങ്ങനെ കൈകൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നു. ഞാൻ ചോദിച്ച് താൻ എവിടെ പോയി എന്ന് ചോദിച്ച് ഉടനെ പറഞ്ഞു, മോനെ അവർക്ക് സുഖമില്ല, ഏലിയാമ്മ എന്ന അവരുടെ പേര്, അവർക്ക് സുഖമില്ല, എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ച് ഞാൻ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയതാ, പ്രാർത്ഥിച്ചിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു തന്നോട് ഞാൻ പറയാൻ. അപ്പോൾ 76 വയസ്സുണ്ട് അപ്പച്ചന്. പക്ഷെ 76 വയസ്സുണ്ടെങ്കിലും എനിക്ക് അതിനൊരു ചിന്തയില്ലാതെ പോയി. അപ്പോൾ ഉടനെ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ അയൽവക്കത്തൊന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പച്ചനെ ഒറ്റ അടി വെച്ച് കൊടുത്തു ചെവുക്കന്. ആ അടി കൊണ്ട് അപ്പച്ചൻ അങ്ങനെ തന്നെ നിന്നു. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ ഇരിക്കുന്ന പോലെ തന്നെ അപ്പച്ചൻ്റെ നെഞ്ചോട് ചേർത്ത് ആ ബൈബിൾ പിടിച്ചിരിക്കുകയാണ്. ഒരു മുണ്ട് ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പച്ചൻ ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. ആൾക്കാരെല്ലാം കൂടിയെങ്കിൽ അപ്പച്ചന് സപ്പോർട്ടിന് എല്ലാവരും കൂടിയത്, എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടി, എൻ്റെ സ്വന്തം ബന്ധുക്കളാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ആരോ ചെന്ന് അമ്മച്ചിയോട് ചെന്ന് പറഞ്ഞു കൊടുത്ത് ശശി അണ്ണൻ അപ്പച്ചനെ തല്ലി അമ്മച്ചി ഓടി വന്നു പറഞ്ഞു. അമ്മച്ചി അവിടെ നിന്ന് കരഞ്ഞു പോയി ഓടി വന്ന് എൻ്റെ കയ്യെ കയറി പിടിച്ചു പറഞ്ഞു, ശശിമോനെ അപ്പച്ചനെ തല്ലിയുണ്ട്, പാവിട്ട അമ്മച്ചി. പക്ഷെ അപ്പം എനിക്ക് കരച്ചിട്ട് വന്നില്ലെങ്കിലും ഞാൻ ചെയ്തത് ഒരു കുറ്റമായി പോയല്ലോ എന്ന് പിന്നീട് എനിക്ക് തോന്നി. ഞാനും നിപ്പങ്ങ് നിന്നുപോയി. അപ്പച്ചനും ഒന്നും മിണ്ടുന്നില്ല, ഞാനും ഒന്നും മിണ്ടുന്നില്ല. ആൾക്കാർ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ്, മോനെ ഞങ്ങളുടെ ജോലി ഇതല്ലേ, അവർ വിളിക്കുമ്പോൾ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർ വിഷമിക്കത്തില്ലേ, പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം ഞങ്ങളെ ശിക്ഷിക്കത്തില്ല, പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ശിക്ഷിക്കത്തില്ല, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ ജോലി ഇതല്ലേന്ന് ചോദിച്ചു. പിന്നെ അമ്മച്ചി പറഞ്ഞ് സാരമില്ല മോൻ അറിയാ ചെയ്തല്ലേ എന്ന് പോകാൻ. പക്ഷെ അപ്പച്ചി ഈ ബൈബിൾ ഈ മറോട് ചേർത്ത് ഈ പിടുത്തം വിടാതെ എൻ്റെ മുഖത്ത് മാത്രം നോക്കി അപ്പച്ചൻ പോവുകയാണ്. പോകുമ്പോഴെല്ലാം എന്നിങ്ങനെ നോക്കി പോയി.
അവസാനം എനിക്കും മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടൊക്കെ തോന്നി. പിന്നെ മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ചില 1-2 വർഷം കൂടെ അങ്ങനെയൊക്കെ അങ്ങ് പോയി. ചീട്ടുകളി ഒക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ ജോലികൾ. എൻ്റെ അച്ഛനെ ഞാൻ തല്ലിയിട്ടുണ്ട്, അമ്മയെ തല്ലിയിട്ടുണ്ട്, എല്ലാ ഉപദ്രവങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്തിയും വലിയ വിദ്വാനായിരുന്നു ഞാൻ. ശബരിമലയ്ക്ക് മാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ 51 ദിവസവും 41 ദിവസവും 21 ദിവസമൊക്കെ വളരെ ഭക്തിയോട് കൂടി തന്നെയാണ് ഞാൻ ശബരിമലയ്ക്ക് പോയിട്ട്. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ശബരിമലയ്ക്ക് പോകാനായിട്ട് 1968 മാലയൊക്കെ ഇട്ട്, 72 മാലയിട്ട്. അപ്പോൾ എൻ്റെ കഴുത്തേൽ ഇങ്ങനെ മാല കിടപ്പുണ്ട്. അപ്പോൾ ഈ ഞാൻ അടിച്ച അപ്പച്ചൻ്റെ ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ എന്തായാലും ജോലിക്ക് പോകുന്നത്. അദ്ദേഹം ഈ കല്ല് എസ്റ്റേറ്റ് കല്ല് കെട്ടുന്ന ഒരു ജോലിയാണ്. അപ്പം ഞാൻ കല്ല് പെറുക്കി കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഈ ഒരു കല്ല് എടുത്തുകൊണ്ട് വന്ന് ഞാനിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ നേരം ഈ മാലയൊക്കെ ഒരുങ്ങിയിട്ട് മാല അങ്ങ് പൊട്ടിപ്പോയി. അതിൻ്റെ ഇത് അയ്യപ്പൻ്റെ ഫോട്ടോ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു, അത് തെറിച്ച് പോയി. ഞാനും അങ്ങ് അയ്യടാന്നായിപ്പോയി. അയ്യോ അയ്യപ്പ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ അവിടെ എല്ലാം തപ്പിപ്പോ ഈ അപ്പച്ചൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പച്ചൻ എന്നോട് ചോദിച്ച്, ശശിമോനെ എന്നെ നോക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഇത് കാണാതെ പോയില്ല എന്ന് പറഞ്ഞു. സാരമില്ല, നമുക്ക് പിന്നെ നോക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് അപ്പച്ചൻ എന്നോട് ചോദിച്ച്, ശശിമോൻ എത്ര പ്രാവശ്യം ഇപ്പോൾ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഇത് 8ാമത്തെ പ്രാവശ്യമെന്നോ. ശരി. ഈ പോയിട്ട് അയ്യപ്പൻ എന്തെങ്കിലും മോനോട് സംസാരിച്ചോ? ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. പോകുന്നു, നേർച്ച ഇടുന്നു, തേങ്ങ ഒട്ടിക്കുന്നു, നെയ്യ് തേങ്ങ പൊട്ടി കൊടുത്ത് പോരുന്നു, അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഇത്രയും ഭക്തിയോടൊക്കെ പോകുമ്പോൾ അയ്യപ്പൻ എന്തെങ്കിലും മോനോട് പറയണ്ടേ? അങ്ങനെയൊക്കെ ആയിരിക്കണമല്ലോ, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് നമ്മളോട് സംസാരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ അപ്പച്ചൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പം തോന്നി ഇത് ശരിയാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാലയെല്ലാം ഊരിക്കളഞ്ഞ് അന്ന് വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊന്നും പോയില്ല. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, മക്കളെ നീ അമ്പലത്തിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പോകുന്നില്ല അമ്മ എന്ന് പറഞ്ഞു. പിന്നെ വെളുപ്പിനെ 4 മണിക്ക് എന്നെ വിളിക്കും. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോയി വിളക്ക് കത്തിക്കുന്നത്. അന്ന് ഞാൻ പോയില്ല. അപ്പോൾ എന്നോട് അമ്മ ചോദിക്കും, ഇടാ അമ്പലത്തിൽ പോകണ്ടേ, നീ മാല എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഇനി അമ്പലത്തിൽ ഞാൻ പോകുന്നില്ല, ഞാൻ ശബരിമലയ്ക്കും പോകുന്നില്ല, എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ നീ എന്നെ ചെയ്യാൻ പോകും? എനിക്കതൊന്നും ഇല്ല, ഞാനിനി കർത്താവായ യേശു ക്രിസ്തു ഞാൻ പെന്തക്കോസ്ത് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്ക്, മക്കളെ നീ എന്തായി പറയുന്നത്? അച്ഛനറിഞ്ഞ നിന്നെ കൊല്ലത്തില്ലേ, വല്യച്ഛനറിഞ്ഞ നിന്നെ കൊല്ലത്തില്ലേ, നീ എന്തായി പറയുന്നത്? നീ ഞാൻ പറഞ്ഞു എന്നെ ആരെന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെയുള്ള കാര്യത്തിന് ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് തീരുമാനമായി. പിന്നെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ അങ്ങനെ പറയരുത്, എടാ നിനക്ക് നല്ലൊരു കല്യാണം നടത്തണ്ടേ, പെരേൻ്റെയും പറയേൻ്റെയും ഒക്കെ കൂടെ പോയി കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു വിവാഹം കിട്ടുമോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ മക്കളെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ ഒത്തിരി സങ്കടപ്പെട്ട അമ്മയുടെ കരച്ചിലൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അതങ്ങ് ഒഴിവാക്കി. പിന്നെ കുറച്ച് ദിവസം കൂടെ അങ്ങനെയൊക്കെ പോയി. പിന്നെ പോയി എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു 3 വർഷം. അപ്പോഴും എൻ്റെ മനസ്സിൽ അപ്പച്ചനെ തല്ലിയത് ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ തന്നെ അപ്പച്ചൻ്റെ പള്ളിക്ക് ഞാൻ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചിലപ്പാറ കൂടെ ആരും വരുവാണെങ്കിൽ ഞാൻ ആ പള്ളി കാണിച്ചു കൊടുക്കും, ഞാൻ കല്ലെടുത്തെറിഞ്ഞ പള്ളിയാണ് ഇത്, ഞാൻ ഇപ്പോഴും പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഏതായാലും കൊള്ളാം, മദ്യപാനം ഒക്കെ ആയി, മക്കൾ 3 പേരായി, കുടിയും ചീട്ടുകളൊക്കെ ആയിട്ട് ഒരു സ്വസ്ഥതയില്ലാതെ വന്നപ്പോൾ 1988 അവൻ 250 മില്ലി അക്കാറിക്സ് പോയിസൺ മേടിച്ച് കഴിച്ച്. അങ്ങനെ എന്നെ ആൾക്കാർ കോട്ടയത്തല്ല, ആദ്യം പീരുമേട് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ എന്നെ എടുത്തില്ല. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ്, പിന്നെ മുണ്ടക്കയം ഗവൺമെൻറ് ആശുപത്രി എടുത്തില്ല. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ദിവസം കിടന്നു, യൂറിൻ പോകാൻ നിന്നപ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ കൈ ഒഴുകി. അപ്പോൾ എൻ്റെ അനിയന്മാരൊക്കെ വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു ഒരു രക്ഷയില്ല, ഏതായാലും ഇന്ന് രാത്രി കൊണ്ട് കുറേ ഒക്കെ ആകുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ എൻ്റെ അനിയന്മാരുടെയൊക്കെ നിർബന്ധം കൊണ്ട് എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അത്യാവശ്യത്തിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാരെല്ലാവരും ഓടി വന്നു. അപ്പോൾ ഓടി വന്നെല്ലാം നോക്കുമ്പോൾ ഒരനക്കവും ഇല്ല. ലാസ്റ്റ് വന്നവരെല്ലാം ഡോക്ടർമാരെല്ലാം തിരിച്ചു പോയി. ഒരു ഡോക്ടർ വന്ന് ചോദിച്ചു, ഈ ശവത്തിനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവിടെ സ്ഥലമില്ലെന്ന് ചോദിച്ചു. അവസാനം അങ്ങനെ ഇരുന്നപ്പോഴാണ് KP പൗരോ എന്ന് പറയുന്ന ഡോക്ടർ അന്ന് ലീവ് കഴിഞ്ഞ് അദ്ദേഹം വരുമ്പോൾ സൂട്ട്കേസൊക്കെ ആയിട്ട് അദ്ദേഹം ഡ്യൂട്ടിക്ക് കയറാനായിട്ട് വരുമ്പോൾ ഈ ആൾക്കൂട്ടം ഓടി വന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ തന്നെ അദ്ദേഹം എല്ലാം നോക്കിയിട്ട് അപ്പോൾ തന്നെ എൻ്റെ വയറൊക്കെ കഴുകാനായിട്ട് എല്ലാം ഏർപ്പാട് ചെയ്തിട്ട് അപ്പോൾ തന്നെ ട്രിപ്പും ഒക്കെ ഇട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ 6ാം വാർഡിൽ 23ാമത്തെ വീട്ടിൽ എന്നെ അഡ്മിറ്റ് ചെയ്ത് എന്നെ
2 കയ്യിലും കാലിലും ട്രിപ്പൊക്കെ ഇട്ട് ഭയങ്കര ചികിത്സയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരുന്നുമ്പം കൂടുന്നതല്ലാതെ അപ്പം ഞങ്ങൾ 5 പേരാണ് പോയിസൺ കഴിച്ച് കിടക്കുന്നത് 1988. അതിൽ 3 പേര് മരിച്ചു. അത് ഈ 5 പേരിൽ ഏറ്റവും കൂടുതൽ പോയിസൺ കഴിച്ചത് ഞാനാണ്. അപ്പോൾ അന്നേരം അപ്പോൾ അവിടെ മരിക്കുമ്പോൾ ഈ കരച്ചിൽ കേൾക്കുമ്പോൾ ഡ്യൂട്ടിയിലെ നഴ്സുമാർ പറയും ശശി മരിച്ചെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓടി വരുന്നത്. അവിടെ വരുമ്പോൾ ഞാനിങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കും. അങ്ങനെ 18 ദിവസമായി. 18 ദിവസമായി കഴിയുമ്പോൾ എൻ്റെ കണ്ണ് കറുപ്പ് മാറി വെള്ള വീണ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാരെല്ലാം വന്നു. അപ്പോൾ ഞാനന്ന് DYFI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകൻ കൂടിയായിരുന്നു. അന്ന് മന്ത്രി TK രാമകൃഷ്ണൻ അദ്ദേഹം എന്നെ കാണാൻ വന്നായിരുന്നു. അവൻ ഇന്നത്തെ മന്ത്രി, ഇപ്പം മന്ത്രിയല്ല, VN വാസവൻ, അദ്ദേഹം എന്നെ അന്ന് ജില്ലാ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം വന്നു. ഇവരൊക്കെ വന്ന് ഡോക്ടറെ കണ്ട് സംസാരിച്ചു. ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ചേച്ച് പറഞ്ഞു, രാഘവ, ശശിക്ക് ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ മനുഷ്യരല്ലേ. അവൻ്റെ ഭാര്യയുടെ കരച്ചിൽ, അവൻ്റെ മക്കളുടെ 3 പേരുടെ കരച്ചിൽ, അവൻ്റെ അമ്മമാര്, അമ്മായിയമ്മയും അമ്മയും അവരുടെ കരച്ചിൽ, അവൻ്റെ എല്ലാവരുടെയും കരച്ചിൽ ഞങ്ങൾ കാണുന്നില്ലേ. അതുകൊണ്ട് ഇനി നയനാർ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരി, ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, ഇനി അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടി റൂമിൽ ചെന്നിട്ട് പറഞ്ഞു, ശശിയെ നാളെ രാവിലെ 10 മണിക്ക് ശശിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തോണ്ട് പാസ്റ്റർമാർ 5-6 പേര് സിസ്റ്റർമാരൊക്കെ കൂടി ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരുവാണ് രോഗികൾക്ക്. അപ്പോൾ എൻ്റെ അമ്മയും അമ്മായിയമ്മയും ഓടിച്ചെന്ന് അവരോട് പറഞ്ഞ് എൻ്റെ മോന് വന്നെന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ അതിനെ വെച്ച് പ്രാർത്ഥിക്കുക എവിടെയാണെന്ന് ചോദിച്ചു. പക്ഷെ അവർ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഈ കിടപ്പ് കണ്ടപ്പോൾ അവർക്ക് എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അറിയത്തില്ല. കാരണം കറുപ്പൊക്കെ പോയി വെള്ളം വീണിങ്ങനെ കിടക്കുകയാണ്. ട്രിപ്പെല്ലാം സ്റ്റോപ്പായിപ്പോയി. അവസാനം അവർ നോക്കി നിൽക്കുക. അപ്പോൾ എൻ്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ 18 പ്രാവശ്യം എൻ്റെ അമ്മായിയമ്മ ശബരിമലയ്ക്ക് പോയതാണ്. അമ്മ പറഞ്ഞു, പാസ്റ്റേ പ്രാർത്ഥിക്കുക, എൻ്റെ മോന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിക്കാം, പക്ഷെ എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് അറിയത്തില്ല, ആ കണ്ടീഷനിലായിപ്പോയി, എന്ത് ചെയ്യാനെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൽ പ്രായമുള്ളൊരപ്പച്ചൻ പറഞ്ഞു, അമ്മച്ചി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം ആ മനുഷ്യന് കൊടുത്തിരിക്കുന്ന ആയുസ് അത്ര ഞങ്ങൾക്കറിയത്തില്ല, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അയ്യോ ഞങ്ങൾ നല്ല വിശ്വാസമാണ്, പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അവരെൻ്റെ ബെഡിൽ ചുറ്റി നിന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് അപ്പച്ചൻ ഒരാൾ എൻ്റെ നെഞ്ചത്ത് കൈവച്ച് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥന കഴിഞ്ഞ്, അമ്മച്ചി ഞങ്ങൾ പോവാണ്, ഞങ്ങൾ ഇനിയും പ്രാർത്ഥിച്ചോളാം, ദൈവം ഒരു ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മനുഷ്യൻ ജീവിക്കും, അതുകൊണ്ട് സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന എനിക്ക് കേൾക്കാം. ഇപ്പോഴെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വന്നു, അപ്പച്ചനെ തല്ലിയതും പള്ളിക്ക് കല്ലെടുത്ത് അവരെ കൺവെൻഷന് ഫീസ് ഊരിക്കൊണ്ട് പോയത്, കൺവെൻഷൻ നടത്താൻ വരുമ്പോൾ ഫീസ് ഊരിക്കൊണ്ട് പോയത്, ഇതെല്ലാം ഒരുപാട് ഉത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഓടി വന്നു. അന്നേരം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്ത്, ദൈവമേ അവരാണല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ കണ്ണു തുറന്നിട്ടില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയത്തില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ വലുതായിട്ട്. ഞാനിങ്ങനെ ഒരു കാര്യം മനസ്സിലോർത്ത്, ദൈവം എനിക്കൊരു ജീവൻ തരികയാണെങ്കിൽ ഞാനിനി ആ ജീവിതത്തിന് വേണ്ടി ജീവിച്ചോളാം, ആ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ മേഘങ്ങളെല്ലാം ഇങ്ങനെ ഓടുന്ന പോലെ, പിന്നെ എന്നെ ആരാണ്ട് താങ്ങി ഇരിച്ചെന്നതുപോലെ ഒക്കെ എനിക്ക് തോന്നുന്നു. അവസാനം ഞാൻ കയ്യെ കിടന്നെല്ലാം ഞാൻ തന്നെ എല്ലാം വലിച്ചു പറിച്ചിട്ട് ഞാൻ പതുക്കെ നിവർന്നിരുന്നു. അപ്പോൾ എൻ്റെ അനിയന്മാരെല്ലാം ഓടി വന്നു. ഇതെല്ലാം പറിച്ചു കളഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ 3ാമത്തെ അനിയൻ ഓടി ചെന്നിട്ട് ഡ്യൂട്ടി റൂമിൽ ചെന്നിട്ട് പറഞ്ഞ്, എട്ടത്തേര് കയ്യെ കിടന്നെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞ ജസ്റ്റ് ഓടി പോകാൻ നോക്കാനൊന്നുമില്ല, ഡോക്ടറെല്ലാം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നാളെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള. പക്ഷെ നടന്ന സംഭവം എനിക്കും സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും 3 പേരും അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ച്, എൻ്റെ കാര്യം പോട്ടെ, നമ്മളെ മക്കളെ 3 പേരെ ആരെയിപ്പിച്ചിട്ടായി പണി ചെയ്തെന്ന് ചോദിച്ചു.
അപ്പോഴതിൻ്റെ മക്കളെ ഞാൻ നോക്കുന്നത്. എൻ്റെ മോളുടെ കരച്ചിൽ, എൻ്റെ മക്കളുടെ കരച്ചിൽ, എൻ്റെ അമ്മമാരുടെ കരച്ചിൽ, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കുറ്റബോധം. ഞാൻ ചെയ്തു പോയ തെറ്റ് അപ്പോഴാണ് എനിക്ക് കുറ്റബോധം വന്നത്. അപ്പോൾ ഞാൻ അറിയാം, വീണ്ടും ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങനെക്കൊരു ജീവൻ തന്ന മരിക്കുന്നത് വരെ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം ദൈവം അത് കേട്ടു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു, എൻ്റെ ദേഹമൊക്കെ ഒന്ന് തുടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പുറമെല്ലാം അങ്ങ് പൊട്ടി. ഞാൻ ഒരു വിധത്തിൽ ദേഹമെല്ലാം നല്ലപോലെ ഡ്യൂട്ടി റൂമിൽ ചെന്നിട്ട് പറഞ്ഞ്, പിന്നെ മോഹൻ ഇച്ചിരി വെള്ളം തരുമോ, അവൻ പറയുന്ന ദേഹമൊക്കെ തുടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് പഞ്ഞിയും ചൂടുവെള്ളം ഒരു കഷ്ണം സോപ്പും കൊടുത്ത് അവർ കൊണ്ടുവന്ന് എല്ലാം തൂത്ത് തുടച്ച്. അപ്പോൾ ഞാൻ ചെന്നേരം കൂടെ കിടന്ന് തുടങ്ങി. വെളുപ്പിന് ഞാനൊരു 5 മണിയായപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ദേഹം എല്ലാം എന്നോട് തുടയ്ക്കണം, ഭയങ്കര നാറ്റമെന്ന് പറഞ്ഞു. അയ്യോ മക്കളെ, ഇച്ചിരി നേരം വെളുക്കട്ടെന്ന് പറഞ്ഞു. ഇല്ലമ്മേ, എനിക്കൊരു കുഴപ്പമില്ല, തുടയ്ക്കാൻ പറഞ്ഞു. നല്ല പോലെ അമ്മമാർ രണ്ടുപേരും കൂടെ നല്ലപോലെ തുടച്ച് ഞാൻ പറഞ്ഞു, എനിക്കൊരു മുണ്ടും ഒരു കയ്യിൽ തോർത്തും ഒക്കെ തരാൻ പറഞ്ഞു. ഒരു ബനീനൊക്കെ തന്നു, ഒരു ഷർട്ടും ഒക്കെ തന്നു. ഞാൻ എല്ലാം കുട്ടപ്പനായിട്ട് കാലുമൊക്കെ താത്ത് ബെഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 9:30 എന്നെ ഡോക്ടർ വന്നു, KP കോവിഡ്. അദ്ദേഹം ഡ്യൂട്ടി റൂമിൽ വിട്ട് കയറാൻ പോകുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് നോക്കുമ്പോൾ 23ാമത്തെ ബെഡിൽ ഒരാളിരിക്കുന്നു. സിസ്റ്റർമാരോട് ചോദിച്ച്, അതാരെ പുതിയ അപ്പോയിൻമെൻ്റ് ആണെന്ന് ചോദിച്ചു. ഇല്ല, നമ്മുടെ ശശിയാന്ന് പറഞ്ഞു. ശശി എന്ന് പറഞ്ഞ് അദ്ദേഹം ഓടി വന്നു. പ്രൊഫസറാണ്, ഇന്നും എൻ്റെ കയ്യിലിരിപ്പുണ്ട് ആ സർട്ടിഫിക്കറ്റ്. പ്രൊഫസറാ, 10-12 ഡിഗ്രി ഉണ്ട് അദ്ദേഹം. ഓടി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിലെല്ലാം കയറി പിടിച്ച്, കണ്ണുമൊക്കെ പിടിച്ചെല്ലാം എല്ലാം നോക്കിയിട്ട് എൻ്റെ അമ്മമാരോട് ചോദിച്ച്, എന്തോ പറ്റി ശശിക്ക്? അപ്പോൾ എൻ്റെ അമ്മായിയമ്മ പറഞ്ഞ്, സാർ ഇന്നലെ പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഇനി അവനെ രക്ഷപ്പെടുത്താൻ ദൈവത്തെ കൊണ്ട് കഴിയത്തുള്ളൂ, അതുകൊണ്ട് ദൈവത്തോട് പറയാൻ പറഞ്ഞില്ലേ. അന്നേരം ഇവിടെ കുറച്ച് പാസ്റ്റർമാർ വന്നു, കുറച്ച് അമ്മച്ചിമാർ, അവരെല്ലാം വന്ന് അവൻ്റെ വെട്ടിന് ചുറ്റി നിന്ന് പ്രാർത്ഥിച്ച്. ഞങ്ങൾ പോയി പറഞ്ഞപ്പോൾ അവരൊന്ന് പ്രാർത്ഥിച്ച് അതിന് ശേഷമാണ് അതിന് മാറ്റം ഉണ്ടായത്. പക്ഷെ ഞങ്ങൾ ഓർക്കുന്ന അവൻ മരിച്ചു പോകും, ആ കാര്യങ്ങൾ അതിൻ്റെ ഒരാഗ്രഹം പറയുന്ന വിചാരിച്ചു. പക്ഷെ അതിന് ഇത്രയും മാറ്റം വന്നത് ഞങ്ങൾക്ക് ഒരു അതിശയമാണെന്ന് പറയും. ഡോക്ടർക്കും ഭയങ്കര സന്തോഷമായി പോയി. ഡോക്ടർ പറഞ്ഞു, ഇനി ഏതെങ്കിലും പാസ്റ്റർമാർ ആരൊക്കെ വന്നാലും ശശിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ എൻ്റെ ട്രിപ്പിൻ്റെ അളവ് കുറച്ചു, ഇഞ്ചക്ഷൻ്റെ എല്ലാത്തിൻ്റെ അളവ് എല്ലാം കുറച്ച്, എല്ലാം ഏറെക്കുറെ എല്ലാം നോർമലായി. സ്തോത്രം. അവസാനം 2 ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ വന്നു. അന്നേരം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് ശശി, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സാറേ എന്നെ ഡിസ്ചാർജ് ചെയ്യണേ, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയില്ലേ, 10 ദിവസം കൂടെ കിടക്കണമെന്നാണ്. ഞാൻ ഇല്ല സാറേ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കിനി വീട്ടിൽ പോയാൽ മതി, എന്നെ എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കി, എന്നെ കുറവാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു, രാഘവ, ശശിക്ക് ഏതെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ടാകും. നീ കണ്ണിൻ്റെ കാഴ്ച പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ടാകും. പിന്നെ അവൻ്റെ ജീവിതകാലത്ത് വയറ്റുവേദന എന്ന് പറയുന്നത് മാറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുടല് കംപ്ലീറ്റ് പുള്ളിത്തൊലി പോലെ ആയിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് 12 വർഷം ഞാൻ ഈ എഴുതി തരുന്ന ഈ മരുന്ന്, പാല് പോലെ ഇരിക്കാൻ മരുന്ന്, അത് പിടിക്കണം. പിന്നെ മാസത്തിൽ 2 ആഴ്ച കൂടുമ്പോൾ വരണം, പിന്നെ മാസത്തിൽ ഒരിക്കൽ വരണം, ചെക്കപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1988 ഡോക്ടറോട് സലാം പറഞ്ഞ് മെഡിക്കൽ കോളേജ് ഞങ്ങൾ വീട്ടിൽ വന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, 89 ഒരു സഹോദരന്മാർ ഞങ്ങളുടെ അടുത്തൊരു പാസ്റ്റർ എന്നോട് വന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് 1989 രക്ഷിക്കപ്പെട്ടു. 1990 സ്നാനപ്പെട്ട് ഞാൻ കരയ്ക്ക് കയറിയിട്ട് ഞാൻ എൻ്റെ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, ഇനി ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും അങ്ങേക്ക് വേണ്ടി മാത്രം. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ആശുപത്രിയിൽ പോകത്തില്ല, ഞാനൊരു മരുന്ന് കഴിക്കത്തില്ല എന്ന് അന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഈ എനിക്ക് 71 വയസ്സ് കഴിഞ്ഞു, 36 വർഷമായി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ദൈവനെ എനിക്ക് ഷുഗറോ പ്രഷറിനോ അങ്ങനെയുള്ള വയറ്റുവേദനയോ ഈ പറഞ്ഞ യാതൊരു കേസ് കെട്ടും എൻ്റെ ജീവിതത്തിലില്ല.
ഞാനിപ്പോഴും ബ്ലഡ് ഞാൻ കൊടുക്കും പലർക്കും. അങ്ങനെയാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടം. അതിനുശേഷം കുറേ നാൾ ഞാൻ 1-2 സഭകളിലൊക്കെ പോയി അങ്ങനെ ഇരുന്നു. പിന്നീട് എനിക്കൊരാഗ്രഹം തോന്നി, കർത്താവേ, എനിക്ക് ഒരാലയം വേണം. അപ്പം എൻ്റെ മക്കളൊക്കെ എന്നെ നിന്ദിക്കുന്നതല്ല, എന്നാലും അവർ പറയുന്ന അച്ചാച്ചിയുടെ ആദർശം കൊണ്ട് ജീവിക്കാനൊക്കത്തില്ല, അച്ചാച്ചി ഓരോ പാസ്റ്റർമാർ കണ്ടില്ല അവരെങ്ങനെ ജീവിക്കുന്നവരെ ഒരു പിള്ളേരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. ചില വാഗ്ദാനമൊക്കെ പറഞ്ഞു, പിന്നെ തരാം, ഞങ്ങളുടെ കൂടെ പോരെന്നൊക്കെ പലരും പറഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പോകാനായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയില്ല. ഏതായാലും കൊള്ളാം, അഞ്ചൽ വെച്ച് അവിടെ ഒരു 21 ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അഞ്ചൽ ഏഴംകുളത്ത് വെച്ച് ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങി. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഏതെങ്കിലും ഒരു വഴി അങ്ങ് തുറന്നു തരണം. അല്ല എങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വന്നിട്ടും കാര്യം. മക്കൾ നിന്ദിക്കാൻ തുടങ്ങി, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് ആരോടും പൈസ മേടിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഞാൻ ആരോടും അന്നും ഇന്നും മേടിക്കത്തില്ല. അങ്ങനെ ഞാൻ 21 ദിവസം ഏഴംകുളത്ത് ജോൺ എബ്രഹാം എന്ന് പറഞ്ഞ ദൈവദാസൻ, അദ്ദേഹം മരിച്ചുപോയി, 8 വർഷമായി. പിന്നെ ജോൺ പാസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ, ബെന്നി പാസ്, ഇവരെല്ലാം അബുദാബിയിലാണ്. ഇതൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ 21 ദിവസം ഞാൻ മാത്രം പൂർണ്ണമായിട്ട് യോസിച്ചു. വേറൊന്നും ദൈവത്തോട് പറഞ്ഞില്ല. അങ്ങ് എനിക്കൊരു വഴി തുറക്കണം, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കണം അന്ന് മാത്രമുള്ള തീരുമാനമെടുത്ത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ 21-ാമത്തെ ദിവസവും ഉപവാസം തീർന്ന അന്ന് 10,000 ജനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ 1072 പാസ്റ്റർമാരുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പേരുണ്ടെങ്കിലും എനിക്ക് മാത്രം 20 മിനിറ്റ് സംസാരിക്കാൻ സമയം കിട്ടി. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആ 21 ദിവസവും പൂർണ്ണമായിട്ട് ഞാൻ മാത്രമേ യോസിച്ചിട്ടുള്ളൂ. ഞാനൊരു അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ അപ്പച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, ക്ഷീണമൊക്കെ വരും, അതുകൊണ്ട് വൈകിട്ട് ചായയെങ്കിലും കൂടി. ഞാൻ വലിയപ്പച്ച, എനിക്ക് ചൂടുവെള്ളം മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവ വീട്ടുകാർക്കും മനസ്സിലായി. അങ്ങനെ 21 ദിവസം ഉപവാസം കഴിഞ്ഞു. എനിക്ക് സമയം തന്നു. ആ സമയത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ചെയ്തതിനെക്കുറിച്ചും ഇനി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മാത്രം സാക്ഷി പറഞ്ഞു. 1-2 വചനങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, പ്രാർത്ഥിച്ച് ഞാൻ ഇരുന്നത്. അവൻ ജോൺ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു ദേവദാസൻ, അദ്ദേഹം അബുദാബിയിലുള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പോകാൻ നേരം എന്നെ ഒന്ന് കണ്ടിട്ട്, ഞങ്ങളെ കണ്ടിട്ട് വേണ്ടേ പോകാനെന്ന് പറഞ്ഞു. ഏതായാലും കൊള്ളാം, സ്തോത്രം. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, എല്ലാം പോയിരുന്നു. ഏതായാലും കൊള്ളാം. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ഞാൻ അന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ഏതായാലും ഞാൻ പിറ്റേ ദിവസം പോയി അദ്ദേഹം ആളുവിട്ട് വിളിപ്പിച്ച് ഞാൻ പോയി കണ്ടു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നെ ബദേൽ ചർച്ചപ്പോടെന്നാണ് നമ്മുടെ സഭയുടെ പേര്. അതുകൊണ്ട് ഞങ്ങൾ മാസത്തിൽ പാസ്റ്റർക്ക് എന്തെങ്കിലും ചെറിയൊരു സപ്പോർട്ടൊക്കെ തരാം എന്നെല്ലാം പറഞ്ഞു. ഏതായാലും അവർ പോയി അബുദാബി പോയിട്ട് പിന്നീട് ജോൺ എബ്രഹാം എന്ന് പറഞ്ഞ ദേവദാസൻ വന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 3 ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയി. അപ്പോഴും എൻ്റെ അനുഭവ സാക്ഷികളെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഒരു ചർച്ച് പണിയാൻ പറ്റുന്നെങ്കിൽ പണിതു, ഞങ്ങൾ വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു അനിയൻ എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം മേടിച്ചു തന്നു. അങ്ങനെ അവിടെ ഞാൻ നല്ലൊരു ആലയം പണിയുവാൻ അന്ന് ആ ദൈവദാസന്മാർ എനിക്ക് 5 ലക്ഷം രൂപ തന്നു. അതുപോലെ തന്നെ ഒരു ആലയം പണിതു. അന്ന് ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട്. ഇവർ 5 ലക്ഷം തന്നിട്ടുള്ളെങ്കിൽ ഒരുപാട് പേരെന്നെ സഹായിച്ചു. ഈ ദേശത്തുള്ള സകല ജനങ്ങളും പൈസ കൊണ്ടല്ല, ഒരു തടിയെ തന്നായിട്ടും ഇഷ്ടിയെ മേടിച്ചു തന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു നല്ലൊരു ആലയം പണിയുവാനുള്ള സന്ദർഭം എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ, അവൻ ഇന്ന് മൂത്തവൻ സൗദിയിലാണ്. അവന് ഭാര്യയും 2 കുഞ്ഞുങ്ങളുണ്ട്. രണ്ടാമത്തെ മോൻ കുഞ്ഞാർ, അവന് ഭാര്യയും 3 മക്കളുമുണ്ട്. എൻ്റെ മോള് മരുമോനുമുണ്ട്, അവർക്കും ഉണ്ട് 2 കുഞ്ഞുങ്ങൾ. അങ്ങനെ എനിക്ക് 7 കൊച്ചുമക്കളുണ്ട്. കർത്താവിൻ്റെ കൃപയിൽ മൂത്ത മകനും ഭാര്യയും സ്നാനപ്പെട്ടില്ല, ബാക്കി എല്ലാവരും സ്നാനപ്പെട്ട് ഞങ്ങളുടെ വിശ്വാസത്തിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് കർത്താവിൻ്റെ പേര് ചെയ്യുന്നു. അവങ്കിലേക്ക് നോക്കൊരു പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഞാൻ ഈ ബൈബിൾ എൻ്റെ മാറോട് ചേർത്ത് വെക്കാനും ഒരു കാരണമുണ്ട്. ഞാൻ ഒരിക്കൽ ഈ ബൈബിൾ ഞാൻ വലിച്ചു കളഞ്ഞിട്ടുണ്ട്, കത്തിച്ച് കളയാനായിട്ട്.
അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ പ്രാണന് തുല്യമായിട്ട്. അതെന്താ പാസ്റ്ററെ ബൈബിൾ എങ്ങനെയാ വലിച്ചു കീറാൻ തുടങ്ങിയത്? ഒന്ന് പറഞ്ഞാട്ടോ. വീട്ടിലൊരു ബൈബിൾ കൊണ്ടുവന്ന് ഒരാൾ കൊണ്ട് തന്നായിരുന്നു. തന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനിത് നോക്കുമ്പോൾ ഞാനൊരു ഇച്ചിരി സ്മോളൊക്കെ അടിച്ചിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഈ ബൈബിൾ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ പാസ്റ്റർമാരോടുള്ള ദേഷ്യത്തിന്റെ പേര് അവർ കൺവെൻഷൻ നടത്തുമ്പോൾ ഞാൻ അവിടെ പോയ പീസെല്ലാം ഊരിക്കൊണ്ട് വന്നു. അങ്ങനെ വന്ന് ഈത്തയും വിളിച്ചേക്ക് വരുമ്പോഴാണ് ഈ ബൈബിൾ ഇരിക്കുന്നത് കണ്ടത്. ഞാൻ പറഞ്ഞു ഇനി മേലെ ഈ സാധനം ഇവിടെ കാണരുതെന്ന് പറഞ്ഞ് വലിച്ചു കയറി എല്ലാം കളഞ്ഞപ്പോൾ അയൽവക്കക്കാരും അമ്മയൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു. ആ മോനെ, നീ അത് ചെയ്ത് തെറ്റായി പോയല്ലോ, അത് ബൈബിളല്ലേ എന്ന് പറഞ്ഞു. ഓ, ഇനി ഇത് എന്നാത്തിനാന്ന് പറഞ്ഞ് അത് വലിച്ചു കയറി ദൂരെ കളയുവാനിടയായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഞാനിങ്ങനെ രക്ഷിക്കപ്പെട്ടിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അടിച്ച അപ്പച്ചൻ, അമ്മച്ചി, അപ്പച്ചൻ തീർത്തും സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. നല്ല പ്രായമുണ്ട്. ഈ താടിയെ കൂടൊക്കെ ഈ വെള്ളമൊക്കെ കുടിച്ചതിന്റെ എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. വല്ലാത്ത സ്മെല്ലും പോലെ. അപ്പൊ ഞാൻ അമ്മയോടും അവരുടെ മക്കളോടും പറഞ്ഞു, നാളെ 10 മണിക്ക് ഞാൻ വരും, അപ്പച്ചനെ ഞാൻ വന്ന് കുളിപ്പിച്ചോളാം, ഇച്ചിരി വെള്ളം മാത്രം ചൂടാക്കി ഇടുന്നെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ സോപ്പും അപ്പച്ചനെ ഡ്രസ്സും ഒക്കെ മേടിച്ച് ഞാൻ അവിടെ പോയി അപ്പച്ചനെ കൊണ്ടുവന്ന് കസേര കൊണ്ടുവന്ന് ഇരുത്തി നല്ലപോലെ ഞാൻ തേച്ച് കുളിപ്പിച്ച് ഷേവും ഒക്കെ ചെയ്ത് 3 ദിവസം ഞാൻ അടുപ്പിച്ച് പോകുമായിരുന്നു. അപ്പച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എനിക്ക് നല്ല ആശ്വാസമുണ്ട്, ഇപ്പൊ എനിക്ക് നല്ല സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞു. 3-ാമത്തെ ദിവസം കസേരയിൽ നിന്ന് കുളിപ്പൂരെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഞാനൊരു കാര്യം അപ്പച്ചനോട് പറയട്ടെ. അയ്യോ, അതിനെന്നെ മക്കളെ പറഞ്ഞു, എന്താ? പക്ഷേ വേറൊന്നുമില്ല, ഞാൻ അപ്പച്ചനെ അടിച്ചത് മേടിപ്പോ ഉടനെ അപ്പച്ചൻ വല്ലാതെ ചിരിച്ചു. ഞാനും ഓർത്ത് എന്താ എന്നെ അപ്പച്ചൻ അങ്ങനെ ചിരിച്ചെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞില്ല, മോന്റെ ബാക്കി കേട്ട് ഞാൻ ചിരിച്ചു പോയതാ. അന്ന് മോൻ ചെയ്തെങ്കിൽ അത് അറിയാത്തത് കൊണ്ട് ചെയ്തു. അന്ന് നീ പള്ളിക്ക് കല്ലെടുത്തെറിഞ്ഞെങ്കിൽ അത് അറിയാതെ ചെയ്തു. കൺവെൻഷന് കറണ്ടിന്റെ ഫീസൂരിക്കൊണ്ട് പോയതെങ്കിൽ അത് നീ അറിയാതെ ചെയ്തു. പക്ഷെ ഇനി നീ എന്ത് ചെയ്തു? ഇനി അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അപ്പച്ച, എൻ്റെ ജീവൻ പോയാലും ഇനി ഒരിക്കത്തില്ല, മരിക്കുന്നത് വരെയും ഞാൻ എൻ്റെ അപ്പന് വേണ്ടി മാത്രം ജീവിക്കുമെന്ന് പറഞ്ഞു അന്നെടുത്ത ആ തീരുമാനം ഈ സമയം വരെയും ഇന്ന് 22 വർഷമായി കർത്താവിന്റെ വേല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. 10-40 പേരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം കൃപ തന്നു. 280 പേരോളം ആലയത്തിൽ കടന്നു വരുന്നുണ്ട്. നല്ല ഒരാളെ ദൈവം തന്നു. അത് ഷെമി പാസ്റ്റർ, അദ്ദേഹം നിമിത്തമാണ് നിങ്ങളെ പരിചയപ്പെടുവാനിടയായത്. അദ്ദേഹം വന്ന് എൻ്റെ അനുഭവ സാക്ഷികളൊക്കെ അദ്ദേഹം മൊബൈൽ പകർത്തി അതിങ്ങനെ പലയിടത്തും ഇങ്ങനെ പോയി. UK അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് എന്നെ വിളിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ ദേവദാസൻ മുഖാന്തരമാണ് ഒരുപക്ഷെ നിങ്ങളെയും പരിചയപ്പെടുവാൻ ഇടയായത്. ഞാൻ ബോംബെയിൽ വന്നിട്ടുണ്ട്, അന്തേരിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ എൻ്റെ അനിയച്ചാൽ അവിടെ ജോലിയുള്ള സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 1997 ദൈവത്തിനെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞു എന്നെ ചോദിച്ചാൽ, ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, ഒരു നാൾ മേഘേ നീ വരുമ്പോൾ ഒപ്പമെത്തിയിടും ഞാൻ വിശുദ്ധനായി. ഒരു നാൾ മേഘേ നീ വരുമ്പോൾ ഒപ്പമെത്തിയിടും ഞാൻ വിശുദ്ധനായി. ഓമന പേരിൽ വിളി കേൾക്കുവാനായി, ഓമന പേരിൽ വിളി കേൾക്കുവാനായി ഓർമ്മകളായി ഞാൻ നിന്നിടുന്നു. ദിശയുടെ നിശബ്ദതയിൽ നിരാലംബനായി നിന്നപ്പോൾ നീ തന്നെനിക്കു നിൻ വലങ്കരം. ആ കരം കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ചു എൻ്റെ അപ്പൻ എനിക്ക് തന്നു. 1989 അങ്ങനെ 1990 സ്നാനപ്പെട്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു.
വേലപ്പാറ ടൗണിൽ വന്ന് ശശി പാസ്റ്റർ എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. അവൻ ഈ ദേശത്ത് അറിയപ്പെടുന്ന ഒരു സ്ഥലത്തായിരിക്കുന്നു. പിന്നെ കൂടുതലും പരസ്യത്തിനാണ് പോകുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ പോയി ഞാൻ എൻ്റെ അനുഭവ സാക്ഷികൾ പരസ്യത്തിൽ കൂടി പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ഭാര്യ, 3 മക്കള്, 3 മരുമക്കള്, 7 കൊച്ചുമക്കൾ. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സഭയിലെ കുഞ്ഞുങ്ങൾ ഉണ്ട്. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അന്ത്യനാൾ വരെയും കർത്താവിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നുള്ള ഒരേ ഒരു താല്പര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ആരോട് സാമ്പത്തികങ്ങളൊന്നും മേടിക്കാതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ അന്നും ഇന്നും എന്നും വിശ്വാസത്തോടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം. പാസ്റ്റർ, ഒരു കാര്യം, പാസ്റ്റർ അവിടെ പ്രവർത്തിക്കും, പാസ്റ്ററിൻ്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രത്യേകമാകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പലർക്കും വേണ്ടി, രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പല രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചവർക്കൊക്കെ ദൈവം സൗഖ്യം. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ വീട്, ഇതൊരു താഴത്തെ നിലയിലെ ഒരു പച്ചക്കറിക്കടയും പലചരക്കടയാണ്. ഇവര് ഹിന്ദുവായിരുന്നു. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ വീട് ഹിന്ദുവായിരിക്കുന്നു. അപ്പോ ഈ ഹിന്ദുവായിരുന്ന അദ്ദേഹത്തിന്റെ പേര് സെൽവം എന്നാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഏലപ്പാറ ടൗണിൽ വരുവാണെങ്കിൽ പച്ചക്കറി സെൽവത്തിന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേര്. മക്കള് 3 മക്കളുണ്ട്. പിന്നെ 3 മക്കൾ, അങ്ങനെ 5 പേര്. അവരെ കുഞ്ഞുങ്ങളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷേ ഈ സെൽവം എന്ന് പറയുന്ന സഹോദരൻ ചില നാടുകൾ രോഗിയായി ഈ വീട്ടിലല്ല, വേറൊരു വീട്ടിൽ രോഗിയായി കിടക്കായിരുന്നു. ഒരു വർഷത്തോളം കാല് 2 അഴുകിപ്പോയിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായി. ബിസിനസ് നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഒന്നുമില്ലാത്ത നിലയിലിരിക്കുമ്പോൾ ഞാൻ പലയിടത്തും ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഞാൻ വരുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, നമ്മുടെ സെൽവം, അദ്ദേഹത്തിൻ്റെ സെൽവം എന്നാണ്, സെൽവം സഹോദരൻ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കാണ്, നാടുകളായി ഒരു കുറവുമില്ല, പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ച്. തീർച്ചയായിട്ടും ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം കട്ടിലിൽ കിടക്കുകയാണ്. കട്ടിലിൽ ഈ 2 കാലിന്റെ അടിയിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിന്റെ പുറത്താണ് കാല് വെച്ചിട്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കട്ടിലിൽ തന്നെ ഇരുന്നു. അപ്പോൾ വല്ലാത്തൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്നോട് പറഞ്ഞ്, അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞ് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ് സാരമില്ലെന്ന് പറഞ്ഞു. എന്നാ സഹോദരൻ, എന്നെ പറ്റി പനിയാണോ ചോദിച്ചു. ഇല്ല. പിന്നെ എന്നെ തലവേദനയാണ്. ഇല്ല. ഒരു അസുഖം പറഞ്ഞ് കാലിൽ നിന്ന് തുണിയെടുത്ത് മാറ്റുമ്പോൾ ചേന ചെത്തിയാൽ എങ്ങനെ ഇരിക്കും, ആ കണ്ടീഷൻ ഇരിക്കാൻ 2 കാലും. ഞാൻ ഉടനെ തന്നെ ആ തുണിയെടുത്ത് മൂടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, സെൽവ സഹോദരൻ, നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ എന്ന് ചോദിച്ചു. അയ്യോ, ഞങ്ങൾക്ക് നല്ലപോലെ അറിയാമെന്ന് പറഞ്ഞു. ഞാനൊരു ഹിന്ദു ഭക്തനായിരുന്നു. അതെ, ഞാൻ അന്നേരം അവരെന്റെ അനുഭവം അവർക്കറിയാം, ഞങ്ങളിവിടെ ജനിച്ചു കൊടുന്നവർ. പക്ഷേ ഞാൻ ചോദിച്ച്, ഇത് രോഗമല്ല, ഇത് രോഗമായിരുന്നെങ്കിൽ മാറിപ്പോയതിന്. പക്ഷെ ഇത് രോഗം വന്നതാണ്. അത് വരാനുള്ള പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പാത്രങ്ങൾ വാടകയ്ക്ക് കൊടുത്തു, പിന്നെ ചെറിയൊരു പച്ചക്കറി കടയിട്ടു, പിന്നെ നിങ്ങളൊരു ചെറിയ വണ്ടി മേടിച്ചു, പിന്നെ നിങ്ങളൊരു ചെറിയ വീട് വെച്ചു. ഇതാണ് രോഗകാരണം. ഇതെല്ലാം തീരണം, നിങ്ങൾ തീരണം. അതിനുള്ള പദ്ധതിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാറ്റിത്തരാൻ ഈ ഇരിക്കുന്ന ഒരു ദൈവങ്ങൾക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞു. കാരണം അവരുടെ വീട് മുഴുവൻ ഹിന്ദുക്കളുടെ ദൈവങ്ങളാണ് മൊത്തം. ഇവർക്കാർക്കും കഴിയത്തില്ല. പക്ഷെ എൻ്റെ യേശുവിന് കഴിയും. അവന് ഭാര്യ എന്നടുത്ത് പറഞ്ഞു, അവർ തമിഴ്ക്കാരാണ്, ஐயா, இவருக்கு குறவு கிடைச்சா நாங்க കുടുംബമാ പള്ളിക്ക് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ പുള്ളിക്ക് കുറവ് കിട്ടിയാൽ ഞങ്ങൾ കുടുംബമായിട്ട് പള്ളിയിൽ വന്നേക്കുന്നതാണ്. ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും പുള്ളി, ഞാൻ ചോദിച്ചു, സെൽവ പുള്ളി ചോദിച്ച് ഭാര്യ ഇങ്ങനെ പറഞ്ഞു, ഇല്ല പാസ്റ്ററെ, എനിക്ക് കുറവ് കിട്ടിയാൽ ഞങ്ങൾ കുടുംബമായിട്ട് പള്ളിക്ക് വരുന്നുണ്ട്. അപ്പൊ അവരുടെ അമ്മായിയമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, അമ്മ, നിങ്ങളുടെ മക്കൾ ഇങ്ങനെ പറയുന്നില്ല നിങ്ങൾക്ക്? അയ്യോ, പയ്യനക്ക് നല്ല കുറവ് കിട്ടണം, അവര് പള്ളി വരുന്ന സന്തോഷമാണെന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ കട്ടിലിന്റെ താഴെ ഇറങ്ങി മുട്ടുമേലിരുന്നിട്ട് എൻ്റെ ഈ 2 കൈയും വെച്ച് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ്
ഞാൻ അന്ന് പിന്നെ ഒരിടത്തും പോയില്ല, നേരെ വീട്ടിലേക്ക് പോയി. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അന്ന് വൈകിട്ടും വെളുപ്പിനെ എണ്ണിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കുടിയെല്ലാം കഴിഞ്ഞ് ബൈബിളൊക്കെ എടുത്ത് നേരെ ഏലപ്പാറ അടുത്ത് അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ആ സിസ്റ്റർ സിറ്റ് ഔട്ട് തൂത്തോണ്ടിരിക്കുകയാണ്. ഞാൻ അവരെന്നെ കണ്ട അയ്യാ വാങ്ങുന്നത് കയറി വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് എങ്ങനെയുണ്ട് പുള്ളി? അന്നേരം നല്ല 1.5 വർഷത്തിന് ശേഷം 6 മണിക്ക് പുള്ളി കാർച്ച തുടങ്ങിയാൽ പിറ്റേ ദിവസം 6 മണി വരെ കാർ പുകച്ചിലുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി ഞങ്ങൾ 5 പേര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. ഓ പോകുമ്പോ പുള്ളി ഈ കൂർക്കമ്മൽ ഉറങ്ങുക. അപ്പൊ ഞങ്ങളുടെ സംസാരം കേട്ടപ്പോൾ പുള്ളി കണ്ണു തുറന്നു. ഞാൻ ചോദിച്ചു, സഹോദര എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഫാസ്റ്റേ എന്റെ കാൽ നല്ലപോലെ ഉണങ്ങിയിരിക്കാൻ പറഞ്ഞു. ഞാൻ തുണി മാറ്റി നോക്കുമ്പോ ഉണങ്ങിയിരിക്കുക. പിന്നെ ഞാൻ 2 പ്രാർത്ഥിച്ച് കൊടുത്തു. അങ്ങനെ പുള്ളിക്കാരൻ ഒരു കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവരുടെ മക്കളെയൊക്കെ എനിക്ക് സ്നാനപ്പെടുത്താനായിട്ട് പറ്റി. അന്ന് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ, ഇന്ന് അതിൻ്റെ ഇരട്ടിയായി ഏലപ്പാറയിലെ ടൗണിലെ ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു മനുഷ്യൻ. മരുമകന് ഒരു ചെറിയ പേരുകടയുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് അവരുടെ കെട്ടിടം ഞാൻ തന്നെയാണ് പ്രാർത്ഥിച്ച് ഒരു പുതിയ കെട്ടിടം കൂടെ വെച്ച് 2ാമത്തെ മുകൾക്ക്. അത് കഴിഞ്ഞ ദിവസമാണ് ഞാനത് പ്രാർത്ഥിച്ച് കൊടുക്കാണ് ചെയ്തത്. 2-3 കെട്ടിടം ഞാൻ തന്നെ പ്രാർത്ഥിച്ച് കൊടുക്കാൻ. 28 വർഷമായി അവർ ഞങ്ങൾ ഒന്നിച്ച് പിന്നെ ആരാധിക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് രാവിലത്തെ ആരാധന. ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് രാവിലത്തെ ആരാധന. ചിലര് വരും, ദൂരെ പോകേണ്ടവരൊക്കെ വരും. അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഏലപ്പാറ ടൗണില് വേറൊരു സാക്ഷ്യം കൂടെ പറയാം. ഒരുപാട് സാക്ഷികളുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഏലപ്പാറ ടൗണില് ഏറ്റവും വലിയൊരു മുതലാളിയാണ്, തടിയുടെ കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിന് മാമച്ചൻ എന്ന് പറയും. ആ മനുഷ്യൻ സുഖമില്ലാതെ കിടക്കുകയാണ്. ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. ഏലപ്പാറ ടൗണിലെ ഏറ്റവും വലിയ പണക്കാരനാണ്, കത്തോലിക്കാരനാണ്. പിന്നെ ഒരു കത്തോലിക്കാരാണ്. ഇപ്പൊ ഞങ്ങൾ ഒരു എവിടെയോ പോകാനായിട്ട് ഞാൻ ബൈബിളൊക്കെ ആയിട്ട് ഏലപ്പാറ വരുമ്പോൾ ഏലപ്പാറ ടൗണിൽ എൻ്റെ ഒരു 4-5 സഹോദരന്മാരുണ്ട്. അപ്പൊ ഒരു സഹോദരൻ ഓടി വന്ന് ചെന്നിട്ട് തോന്നുന്നു, ശശിപാസ്റ്റർ ഇപ്പൊ പോയാൽ തോമാച്ചായനെ ഇപ്പൊ ജീവനോട് ഒന്ന് കാണാം, അച്ഛന്മാരൊക്കെ വന്ന് അന്ത്യകുദാശ കൊടുത്തിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ അന്ത്യകുദാശ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ ചോദിച്ചു, അന്ത്യകുദാശ എന്ന് പറഞ്ഞാൽ അല്ല, അച്ഛന്മാരും മെത്രാനും ഒക്കെ വന്നിട്ടുണ്ട്, വന്ന് വലിയ പണക്കാരനല്ലേ. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഒരുപക്ഷെ എൻ്റെ ഡ്യൂട്ടി ഇതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ നേരെ അവിടെ ചെന്ന് അവരുടെ അച്ഛന്മാരെല്ലാം പ്രാർത്ഥിച്ചിട്ട് പോയി. അവരുടെ സ്വന്തം ബന്ധുക്കളൊക്കെ വീട് നിറച്ച് ജനങ്ങൾ. ഞാൻ അവിടെ ഈ ബൈബിളുമായിട്ട് ഞാൻ പതുക്കെ കയറി ചെന്നു. ഞാനിങ്ങനെ നോക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്നെ അറിയാം. അപ്പൊ ഇങ്ങനെ വയറുമൊക്കെ ഇങ്ങനെ വെച്ച് വയറിത്രയും കൊണ്ട് കിടക്കുകയാണ്. ഞാൻ കുറെ നേരം നോക്കിയിട്ട് ഇവരാരും എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാനും ചെയ്യാൻ പറ്റില്ല. പക്ഷേ രോഗിക്കാണല്ലോ വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചെന്നു. ഞാൻ ചോദിച്ചാ ശശി എന്താ വെച്ചാ മേലെ എനിക്ക് മോനെ ഇദ്ദേഹത്തിന് മേലെ, പക്ഷെ ഞാനത് പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിക്കും. വേറെ ആരോടും ഞാൻ ചോദിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് മാത്രം. അദ്ദേഹത്തിന്റെ അമ്മയുണ്ട്, അനിയന്മാരുണ്ട്, എല്ലാ ഏലക്കാടുമാരാണ് എല്ലാം. പക്ഷേ ഞാൻ ആ വയറെ കൈവച്ച് ആത്മാർത്ഥതയോടെ എൻ്റെ അപ്പച്ചന്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിച്ച നാമയം പറഞ്ഞു, ഒരു മനുഷ്യൻ എൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തില്ല. ആരും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവരൊക്കെ ഇരുന്ന സ്ഥാനത്ത് മാത്രം ഇരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല. ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ഒന്നും കൂടെ പ്രാർത്ഥിച്ചു. ബൈബിൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ അകത്ത് പ്രാർത്ഥിച്ചത് ആ മനുഷ്യന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ മനുഷ്യൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, മറ്റാരും എന്നെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആരാണെന്നുള്ളതും ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാന്നുള്ളത് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് പറഞ്ഞ് അപ്പൊ അവരുടെ അനിയൻ ഒരാൾ വന്ന് ചോദിച്ചു, അകത്ത് പ്രാർത്ഥിച്ചില്ലേ, പിന്നെ എന്തിനു വെളിയിൽ പ്രാർത്ഥിച്ചത്? ഞാൻ പറഞ്ഞു, അകത്ത് പ്രാർത്ഥിച്ചത് രോഗിയായിട്ട് കിടന്ന മനുഷ്യന് വേണ്ടിയിട്ട്. സിസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ മോനെ ഇതെടുക്കാൻ. ഒരു മിനിറ്റ്.
പുള്ളിയുടെ പുള്ളിക്കാരിയാ പറഞ്ഞത്, ആ ഇവർക്ക് കുറവ് കിടച്ച ഞങ്ങൾക്ക് കുടുംബം പള്ളിക്ക് വരുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരുടെ വാക്കിൽ ദൈവം അവരെ വിടുവിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പിന്നെ അപ്പൊ വെളിയിൽ വന്നപ്പോൾ ഇവര് പറഞ്ഞ് അകത്ത് പ്രാർത്ഥിച്ചില്ലേ, പിന്നെ എന്തിനാ വെളിയിൽ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അകത്ത് പ്രാർത്ഥിച്ചത് അവർക്ക്, ആ കട്ടിലെ കിടന്ന ആൾക്ക്. ഇപ്പൊ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അന്നും അതുപോലെ തന്നെ സിസ്റ്ററെ, മറ്റെങ്ങും ഞാൻ പോയില്ല. നേരെ വീട്ടിൽ ചെന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞ് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്ത് നേരെ അവരുടെ വീട്ടിൽ ചെന്നു. രണ്ടാമത്തെ നിലയിൽ ഞാൻ ഇറങ്ങി പോകുമ്പോൾ ആ പുള്ളി കിടന്ന കട്ടിലെ കാണാനില്ല. ഞാൻ ഒരു ദൈവമേ എവിടെയും കൊണ്ടുപോയോ എന്ന് വിചാരിച്ചു. അവസാനം നോക്കുമ്പോ എന്നാ ആ പുള്ളിക്കാരൻ ബാത്റൂമിൽ പോയിരിക്കുക. ഞാൻ ഉടനെ തന്നെ വർത്തമാനം കേട്ടുകൊണ്ട് ബാത്റൂമിൽ ഇരുന്ന അച്ചായൻ പെട്ടെന്ന് എണ്ണീറ്റ് വന്നു. വാ, പിറ്റേ തലേ ദിവസം എന്നോട് സംസാരിക്കാത്തവരെല്ലാവരും എന്നോട് സംസാരിച്ചു. ഇരിക്കുക അച്ഛൻ, ഇപ്പൊ നമ്മൾ സാരമില്ല, ഞാൻ അവിടെ തന്നെ നിന്ന്. കാരണം നമ്മളവിടെ ഇരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ലല്ലോ, കാരണം അത്രമേലുള്ള വീട് കാര്യങ്ങള്. എന്നെ ഇരിക്കുന്നു. ഞാൻ ഒരു സാരമില്ല അച്ഛൻ മാറ്റുന്നു. സംസാരം കേട്ടുകൊണ്ട് അച്ഛൻ വന്നു. എസ്പാസിലെ എനിക്ക് എല്ലാം കുഴപ്പമില്ല കേട്ടോ, എന്റെ വയറൊക്കെ കണ്ടില്ലേ, ഞാൻ 2 ചായ കുടിച്ചു, കടുകാപ്പ് കുടിച്ചു, ഒത്തിരി നാൾ കൂടിയാണ് ഞാൻ വെള്ളമൊക്കെ കുടിച്ചതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ പ്രാർത്ഥിക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നെന്തിനാ ചായ, 1000 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വീണ്ടും രാവിലെയും വൈകിട്ടും പോയി. ചാകാൻ കിടന്ന മനുഷ്യൻ തന്റെ അനിയന്മാരോടും അമ്മച്ചോടും പറയാണ്, ശശി ഒരു ഹിന്ദു കുടുംബത്തിലായിരുന്നു. ശശിയുടെ അച്ഛന്റെ പേര് രാഘവൻ എന്നാണ്. ശശിയുടെ അച്ഛനായിട്ട് ഞാനുള്ള ബന്ധം തടിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ്. അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ശശി ഒരു മദ്യപാനിയായിരുന്നു. എന്നെ കുറിച്ച് ആ മനുഷ്യൻ അവരുടെ സ്വന്തക്കാരോടൊക്കെ പറയാണ്. ദൈവത്തിന് സ്തോത്രം. ആലോചിച്ച് നോക്കണം, അച്ഛന്മാര് വന്ന് അന്ത്യകുദാശ കൊടുത്ത കേട്ടോ. അവസാനത്തേക്ക് എണ്ണീറ്റ് 2-3 ദിവസം പോയി. പിന്നെ ഞാൻ സുവിശേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് സത്യമാണ് അച്ഛാ, ഇത് ജീവിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ മക്കളുടെ വിവാഹം നടക്കത്തില്ലല്ലോ എന്തിക്കോസിലായ. അതാണ് ഇവർ ഉദ്ദേശിച്ചത്. ദൈവത്തിന് പക്ഷെ പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, ആയിരിക്കും ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ സ്വന്തം ബന്ധുക്കൾക്കാർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് 9 മാസം മനുഷ്യൻ ജീവിച്ച്. ഈ 9 മാസം പുള്ളിക്ക് പള്ളിയിൽ കയറാൻ പറ്റിയില്ല. കാരണം അന്ത്യകുദാശ കൊടുത്തവനെ പള്ളി കയറ്റത്തില്ലല്ലോ. കയറ്റുവോ? അന്ത്യകുദാശ കൊടുത്തതല്ലേ. പക്ഷേ അവരുടെ മകൻ ഇന്ന് 47 വയസ്സോ ആകാൻ പോകുന്നു. ഇന്ന് വരെ അവൻ പെണ്ണ് കെട്ടിയിട്ടില്ല. അവൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓടിച്ചോണ്ട് പോകുന്ന എന്റെ വണ്ടിയിൽ കയറി കുട്ടിക്കാനും പറയുന്നു പറഞ്ഞപ്പോൾ എന്റെ അപ്പനും അമ്മയും അന്ന് പറഞ്ഞ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഈ നിലയിൽ വലിയവരായിരുന്നു എന്ന് പറഞ്ഞവൻ ആ കുഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ പറഞ്ഞ മക്കളെ ഇനി സമയമുണ്ട്, ഇനി ഒന്നുകൂടെ ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെ പലരെയും തമ്പുരാൻ സൗഖ്യമാക്കി ദൈവം ഈ നിലയിൽ കൊണ്ടുവരുവാൻ ഇടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ എല്ലാം ശിക്ഷ അനുഭവിക്കുന്നത് നമ്മളാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നീ പെട്ടെന്നൊരുവിന്റെ മേൽ കൈവെക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ കിടപ്പ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പോയി പ്രാർത്ഥിക്കും. എന്റെ ഭാര്യയും നമ്മുടെ സഭയിലുള്ള 2 സഹോദരിമാരും ഏലപ്പാറയിൽ ഒരു കെട്ടിടമുണ്ട്, അവിടെ പോയി ഡെയിലി പ്രാർത്ഥിക്കും ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. ഇന്ന് ആ 3 പേരും രോഗികളായി പോയി. 3 പേരും ഇന്ന് രോഗികളാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് സന്തോഷമുള്ളൂ, ഞങ്ങൾക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല. കാരണം എന്നെ ചോദിച്ചാൽ കർത്താവ് കഴിഞ്ഞാൽ യോബിനെ പോലൊരു ഭക്തൻ ലോകത്തിലില്ലല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു. അദ്ദേഹം തള്ളി പറഞ്ഞോ ദൈവത്തെ? ഭാര്യ പോലും പറഞ്ഞില്ലേ തള്ളി പറയാൻ. അപ്പൊ പറഞ്ഞാ നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലല്ലേ, ദൈവം തന്നോ ദൈവം എടുത്തോ, ദൈവത്തിന്റെ നാമത്തപ്പെട്ടെന്ന് പറഞ്ഞു എന്ന് പറയുന്ന പോലെ തന്നെ പലർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പലരെയും അനുഗ്രഹിക്കുന്നു. പക്ഷെ ഈ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു കുടുംബമായിട്ട് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം തകർന്നു പോയ സ്ഥാനത്ത് നിന്നും ദൈവം ഇത്രത്തോളം ഉയർത്തി. നിങ്ങളെ കുറിച്ചാണ് തോന്നി പാസ്റ്റർ പറഞ്ഞതില്ലേ? അതെ.
ഇപ്പം அதில் இருப்பது நிர்மூலமாகாமல் இருக்கிறது ஆண்டவருடைய கிருபை ആ மாத்திரம். അതെ, ആണ്ടവരെ രക്ഷിച്ച് ആണ്ടവരെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിപ്പാനുള്ള ഒരു ഭാഗ്യം കർത്താവ് തന്നല്ലോ അല്ലേ. അതെ അതെ അതെ. ഇപ്പം ആ ഹസ്ബൻഡിനാണോ പൂർണ്ണമായിട്ട് സുഖമായല്ലോ ഇല്ലേ? ആ ആ ഓക്കെ. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാനിടയായല്ലോ. അതെ ദേശത്ത് വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് തീർക്കുന്നുണ്ടല്ലോ. അതെ അതെ വിശ്വാസമാണ്. ആ ഇപ്പം ആ വിശ്വാസമാണ്. ആ അതെ അതെ, ഒരു വാക്ക് പറഞ്ഞ ഒരു വാക്ക്, ഉം. അയ്യാ ഇവർക്ക് കുറവ് കിടച്ചാണെങ്കിൽ കുടുംബം ആ പള്ളിക്ക് വരുന്നവർക്ക് എന്റെ പ്രാർത്ഥനയുടെ ആവശ്യം അവിടെ ഇല്ല. അതെ. ആ സാക്ഷിയോടുകൂടി ദൈവരെ വെടിവെച്ചു. അതെ, ദൈവത്തിന്റെ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയി അതെല്ലാം ദൈവർക്ക് തിരിച്ചു കൊടുത്തു. ഇന്ന് ഏലപ്പാറയിലെ ഒരു ദൈവം ഇത്രത്തോളം ഉയർത്തി, എന്നാൽ അതിന്റെ യാതൊരു അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. അതെ അതെ, നമ്മളെ ഇന്നും ഇല്ല, ഒന്നുമില്ല. ഇന്നും ആ നിലയിൽ തന്നെ അവർ ജീവിക്കുന്നു. ഓക്കെ ഓക്കെ. ദൈവം ഉയർത്തുന്നതനുസരിച്ച് നമ്മൾ താഴണമല്ലോ. തീർച്ചയായിട്ടും. ജീവിതത്തിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഞങ്ങള്. സിസ്റ്റർ പേരെന്തുവാ? വിജയ. 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 മക്കളൊക്കെ? മക്കള് 3 പേര് പെൺമക്കളാ. 3 പേരെയും പഠിപ്പിച്ച് കെട്ടിച്ചു കൊടുത്തു. കൊച്ചുമക്കളൊക്കെ ആയി. ഓക്കെ. ഹസ്ബൻഡ് ഇപ്പോഴും ഉണ്ടല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ലേ? ചെന്നൈക്ക് പോയിരിക്കുക. ഓക്കെ. ഇന്ന് നിങ്ങളൊരു നല്ല ക്രിസ്തീയ കുടുംബമായി കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ആ ദേശത്ത് ജീവിക്കുന്നു അല്ലേ? അതിന് മുഖാന്തരമാക്കി തീർത്തത് ഈ ശശി പാസ്റ്ററെ ആണല്ലോ ദൈവം ഉപയോഗിച്ചത്. ഓക്കെ ഓക്കെ. സിസ്റ്ററെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കർത്താവ് സഹായിക്കട്ടെ, ധാരാളം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ചില കാര്യങ്ങൾ, കാരണം എനിക്ക് കൂടുതലും താല്പര്യം എന്നു ചോദിച്ചാൽ എനിക്ക് രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്കിഷ്ടം. കാരണം ഞാന് രോഗികൾക്ക് വേണ്ടി പറയാൻ ഞാൻ ആ അവസ്ഥയിൽ വന്നതുകൊണ്ടാണ്. ആ ഒരു അവസ്ഥയിൽ വന്നതുകൊണ്ടാണ് എനിക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരാഗ്രഹം. മറ്റുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി കരയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം തരുന്ന വചനം അനുസരിച്ച് ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പേര് സൗഖ്യമായി കർത്താവ് അത്ഭുതകരമായി വിടിവിച്ചവര് നമ്മുടെ സഭയിലുണ്ട്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റതിനെ കുറിച്ച് ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇനിയും ചിലര് മരുന്നിനെ കുറിച്ചൊക്കെ പറയും. ഞാൻ മരുന്ന് കഴിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാനിങ്ങനെ ചിലടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരുന്ന് കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിലർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് പറയും, മരുന്ന് ഞാൻ ഉപേക്ഷിച്ചതിന് കാരണം എന്നാ ചോദിച്ചാൽ ഡോക്ടർമാരും മരുന്നും എല്ലാം എന്നെ കൈവിട്ട് എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു. എനിക്ക് ശവക്കുഴി എടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു. റീത്ത് പണിയാനുള്ള ഏർപ്പാട് ചെയ്ത് ഇതെല്ലാം ചെയ്ത സ്ഥാനത്ത് നിന്നാണ് ഞാൻ ഉപദ്രവിച്ച എന്റെ യേശു എന്നെ രക്ഷപ്പെടുത്തിയത്. ആ ദൈവത്തെ എങ്ങനെ മറക്കും? ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, നല്ലൊരു ഷർട്ടില്ലാതെ എന്റെ മക്കളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടു. ഇന്ന് തമ്പുരാൻ എല്ലാം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ സായിപ്പിനെ കളിപ്പിച്ചിട്ടില്ല, സഭകളെ കളിപ്പിച്ചിട്ടില്ല. തമ്പുരാൻ തന്നത് മാത്രം. ഇപ്പൊ പറയുകയാണെങ്കിൽ കർത്താവ് പറയാ, എടാ ഞാൻ ഇതെല്ലാം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എടുക്കും, എന്റെ പ്രാണനും എടുക്കുവാൻ. ആമേൻ. ദൈവത്തിന് നല്ലൊരു ആലയം ദൈവം തന്നു. അതിനോട് ചേർന്ന് എനിക്കൊരു ഭവനം ദൈവം തന്നു. ആമേൻ. ഒരു വണ്ടി എനിക്കുണ്ട്. ആ വണ്ടി എന്റെ മക്കൾ 3 പേരും കൂടെ മേടിച്ചെന്നാണ്. അത് ഓടിക്കാനുള്ള കൃപ എനിക്ക് എന്റെ ദൈവം തന്നു. അത് ഓടിക്കാൻ ഞാനാണ് ആ വണ്ടി ഓടിക്കുന്നത്. എല്ലായിടത്തും പോകുന്നത് ഞാൻ തന്നെ പോകുന്നുണ്ട്. അതിനുള്ള കൃപയും തന്നു. പലപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയും പള്ളിയിൽ ഞങ്ങൾ സന്ധ്യയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ വഴി, നമുക്ക് ഈ ദൈവത്തെ എങ്ങനെ മറക്കാൻ കഴിയും? ഇതിൽ കൂടുതൽ ഈ ദൈവം നമുക്ക് എന്നാ തരണം? എനിക്ക് ജീവൻ തന്നില്ലേ? നമുക്ക് നല്ലൊരു ആലയം തന്നില്ലേ? നമുക്കൊരു വീട് തന്നില്ലേ? നമുക്കൊരു വാഹനം തന്നില്ലേ? അത് ഓടിക്കാനുള്ള കൃപ ദൈവം തന്നില്ലേ? നമ്മുടെ മൂത്ത മകന് നല്ലൊരു വീട് കിട്ടിയില്ലേ? മോൾക്ക് വീടില്ലേ? മൂത്ത മോന് നല്ലൊരു വീട്. അവന് ജോലിയുണ്ട്. അവന് കാറും വണ്ടി ഒക്കെ ഉണ്ട്. ട്രോബ് വിൽക്കുന്ന ഒരു കടയുണ്ട് മുണ്ടക്കയത്ത്. എന്റെ മോള് കുവൈറ്റിലാണ്. എന്റെ മരുമൻ അവന് ചെറിയ വണ്ടിയുണ്ട്, അത് ഓടിക്കുന്ന. അവന് നല്ലൊരു വീടുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യവും തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതാ പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി, അവരുടെ മുഖം രചിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. നമ്മൾ എന്ത് പറയുന്നു
ശ്രദ്ധയോടെ കേൾക്കുന്നത്. പക്ഷെ എല്ലാത്തിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുവരെയും കാത്തിരിക്കേണ്ട ചുമതല എനിക്ക് നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പലരും അത് മറന്നു പോകുന്നു, എന്തെങ്കിലും കിട്ടുമെന്ന് ഓർക്കുന്നു. അങ്ങനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാനൊരു വീട് പണിതുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പള്ളിയോട് ചേർന്ന് തന്നെ പണിതു. 2 റൂം എല്ലാം പണിതു, കട്ടിനും എല്ലാം മേടിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം എന്നാ ചോദിച്ചാൽ ഒരു 5 അമ്മച്ചിമാരെ താമസിപ്പിക്കണം. 5 മുതൽ 10 വരെ. അത് ഓർഫനേജോ അഗതി മന്ദിരോ വൃദ്ധസദനമല്ല. നമ്മുടെ അമ്മ നമ്മുടെ കൂടെ എങ്ങനെ താമസിക്കും, അതേ കണ്ടീഷനിൽ അവരെ താമസിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ആ വീട് പണിത് വെച്ചിരിക്കുന്നത്. ഈ മാസം ഉദ്ഘാടനം ചെയ്യണമെന്ന് ഓർത്തു. ഇച്ചിരിയുടെ ജോലി ചെയ്ത് തീർക്കാനുണ്ട്. കട്ടിലും മെത്തയെല്ലാം മേടിച്ചു, എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ എവിടുന്നെങ്കിലും ദേവദാസന്മാര് വരികയാണെങ്കിൽ അവർ ലോഡ്ജ് എടുക്കാതെ നമ്മുടെ അവിടെ താമസിക്കണം. അങ്ങനെയുള്ള ആഗ്രഹത്തിന്റെ പേരിൽ അതെല്ലാം പണിത് പൂർത്തിയാക്കി ദൈവത്തിടത്തോളം കൊണ്ടുവരാനിടയായി. ദൈവത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം കൊണ്ടുവന്ന ഇത്രത്തോളം. അതാ ഈ ദൈവത്തെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ഈ ദൈവത്തെ എങ്ങനെ നമുക്ക് തള്ളി പറയാൻ കഴിയും? ഞാൻ പൂജിച്ച ദൈവങ്ങൾ, ഞാൻ ആരാധിച്ച ദൈവങ്ങളൊന്നും ആമേൻ എന്നെ രക്ഷപ്പെടുത്തിയില്ല. ഞാൻ ഉപദ്രവിച്ച എൻ്റെ യേശു, ആ ദൈവം എന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാ ഇന്ന് ഞാൻ ഈ നിലയിലായിരിക്കുന്നു. ആ ദൈവങ്ങൾ അന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിഷമടിക്കൂ, ഞാൻ എൻ്റെ അച്ഛനെ തല്ലൂ, എൻ്റെ അമ്മയെ ഉപദ്രവിക്കൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇന്ന് അതെല്ലാം ഓർക്കുമ്പോൾ സങ്കടം തോന്നും. എൻ്റെ അമ്മ വിശ്വാസത്തിൽ വന്നു, എൻ്റെ അമ്മയെ സ്നാനപ്പെടുത്തി, അമ്മയെ വിശ്വാസത്തിൽ അടക്കി. അച്ഛൻ ഒരാഴ്ച ആരാധനയ്ക്ക് വന്നു, പിന്നീട് ദൈവത്തിന് വരാൻ കഴിഞ്ഞില്ല. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു ഹിന്ദുവിൽ. ആ ഹിന്ദുവിൽ തന്നെ എൻ്റെ അനിയന്മാര് അവരെ അടക്കുവാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ 4-5 കുഞ്ഞുങ്ങളെ ഞാൻ ഹൈസ്കൂളിൽ വിട്ടു. ഇന്ന് 4 പേര് കർത്താവിന്റെ പേര് ചെയ്യുന്നുണ്ട്. ഡൽഹിയിലും മദ്രാസിലും കേരളത്തിലും ഒക്കെ ആയിട്ട്. അങ്ങനെ ദൈവത്തിന് നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലികൾ മാത്രം ചെയ്യാനിടയായി. ഇത്രയും നിങ്ങളെ കണ്ടുമുട്ടുവാനുള്ള പ്രധാന കാരണം എന്നെ ചോദിച്ചാല് ഷമീർ പാസ്റ്ററാണ് അതിന്റെ പ്രധാന കാരണം. ഒരുപാട് ദേവദാസന്മാരെ ഞാൻ കണ്ടു, ഒരുപാടുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അനുഭവങ്ങൾ ഇതുപോലെ എടുത്ത് പരസ്യം ചെയ്യാൻ കഴിയാതെ പോയി, ആർക്കും അതിന് മനസ്സിലാതെ പോയി. പക്ഷേ ഷമീർ പാസ്റ്റർ അദ്ദേഹം വന്ന് എൻ്റെ അനുഭവ സാക്ഷി കേട്ട് അങ്ങനെയാണ് വീഡിയോ എടുത്തതും നിങ്ങളത് അറിയാനിടയായതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയ്ക്ക് ഷമീർ പാസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ച്, പള്ളിയിൽ ഞങ്ങൾ സംസാരിച്ച് എന്നോട് ചോദിച്ച്, പാസ്റ്റർ എന്നെ ശരി, പക്ഷെ പേരിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, ഈ ബൈബിളിൽ ഞാൻ ചോദിച്ചു ശശിരാഘവൻ, ഈ ബൈബിൾ ചോദിച്ചു നടക്കാൻ കാരണമാണ് ഈ ശശിരാഘവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാനുള്ള കാരണം എന്നാ? അത് മറ്റുള്ളവർ കേൾക്കണ്ടേ, മറ്റുള്ളവർ അറിയണ്ടേ? ജോസഫ് പ്രസംഗിച്ചാലോ മത്തായി പ്രസംഗിച്ചാലോ ആരും ശ്രദ്ധിക്കുവോ? ഈ ശശിരാഘവൻ എന്തുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കുന്നത്? ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ ആ യേശു നമുക്ക് ചെയ്ത മാറ്റത്തെ കുറിച്ച് മറ്റുള്ളവരോട് നമ്മൾ പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പേര് മാറ്റാത്തത്. അദ്ദേഹം എന്നടുത്ത് പറഞ്ഞു, എന്നോടും പലരും ചോദിച്ചു എന്തുകൊണ്ട് ഷമീർ എന്നുള്ള പേര് മാറ്റാതെ എന്ന് ചോദിക്കാനിടയായി. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പേര് മാറിയതുകൊണ്ടല്ല, നമ്മൾ മാറണം. യേശു ആരാണെന്ന് രുചിച്ചറിയണം. കർത്താവ് ആരാണെന്ന് നമ്മൾ രുചിച്ചറിയണം. തേനെടുത്ത് നമ്മൾ കയ്യിൽ വെച്ചാൽ അതിന്റെ രുചി അറിയത്തില്ലല്ലോ. അത് അല്പം കഴിച്ചു നോക്കണം, അപ്പോഴേ അതിന്റെ രുചി അറിയത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടെ എൻ്റെ സിസ്റ്ററോട് പറയട്ടെ, നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. എങ്കിൽ നമ്മൾ നിലനിർത്തുന്ന നല്ലവനായ ദൈവം ആ അപ്പൻ്റെ കൂടെയാണ് നമ്മളായിരിക്കുന്നത്. എൻ്റെ വീട്ടുകാര്, സ്വന്തം ബന്ധുക്കളൊക്കെ എന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു. എൻ്റെ ഭാര്യ വീട്ടുകാര് എല്ലാവരും. എൻ്റെ ഭാര്യ വീട്ടുകാർ എനിക്കൊരു 20 സെന്റ് സ്ഥലം തന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് സ്ത്രീധനമായിട്ട്. പക്ഷെ ഇന്ന് ഞാൻ കൊടുത്താൽ ഒരു 10 കോടി രൂപയെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷെ എൻ്റെ ഒരു 4ാമത്തെ അളിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്രിസ്ത്യാനിയായി പോകാൻ 1 സെന്റ് ഭൂമി ഇവിടെ തരികരുത്. മുട്ടക്കൻ ടൗണിൽ തന്നെയാണ്, ഞങ്ങളങ്ങോട്ട് പോയിട്ടുമില്ല, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾക്ക് തരാനുള്ളത് തന്നിട്ടുണ്ട്, ഞങ്ങൾക്കത് മതി. ആ 10 കോടിയോ 5 കോടിയോ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം?
ഇനി ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. ഒരു കാര്യം കൂടെ, ഞാൻ എൻ്റെ സഭയിലെ എൻ്റെ കുഞ്ഞുങ്ങളെടുത്ത്, എൻ്റെ സഭയിലെ എൻ്റെ മക്കളെടുത്ത് 10-15 കുഞ്ഞുങ്ങളുണ്ട്, ചെറുപ്പക്കാർ പിള്ളേർ. അവരടുത്തെല്ലാം എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോൾ മരിക്കും, എപ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകുമെന്ന് അറിയത്തില്ല. പക്ഷെ പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്തേക്കണം. ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കോട്ട്, ടൈ, ഷൂവ്, ഓവർകോട്ട് ഇതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ശരീരത്തിൽ എൻ്റെ ശരീരം മൂടാൻ ഒരു വെള്ള മുണ്ട് മാത്രം. എൻ്റെ പുറം അതുപോലെ തന്നെ ഈ കല്ലറ പണിയരുത്, കല്ലറ പണിയും വേണ്ട. ഒരു കുഴിയെടുക്കുക നല്ല മണ്ണിൽ, എൻ്റെ പുറം മണ്ണിനകത്തിരിക്കണം. എൻ്റെ പുറം മണ്ണിനകത്തിരിക്കണം. എൻ്റെ പുറത്തൊരു തുണി ഇടണമല്ലോ, അത് മാത്രം ഇട്ടിട്ട് എന്നെ അടക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ മണ്ണോട് ചേരണം. എനിക്കൊരു തേക്കിൻ്റെ പെട്ടിയോ ഈട്ടിയുടെ പെട്ടിയോ ഒക്കെ മേടിച്ച് അതിനകത്ത് വെച്ച് ഞാൻ അതിനകത്ത് നിന്ന് അഴുകുന്നതല്ലാതെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ശരീരം എൻ്റെ അപ്പൻ തന്ന ആ മണ്ണിനോട് ചേരണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ സഭയിലെ എൻ്റെ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു, അച്ചാച്ചി ഇങ്ങനെ എപ്പോഴും പറയും. ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, എപ്പോൾ പോവെന്ന് പറയാൻ കഴിയത്തില്ലെന്ന് പറയാനിടയായി. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, നഗ്നനായി വന്നു നഗ്നനായി പോകും. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകത്തതുമില്ല. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് 2 കാര്യം. ഒന്ന്, ഞാൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ എന്നെ പിന്തുടരും. തിന്മയാണ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മ എന്നെ പിന്തുടരും. നന്മ ചെയ്തവൻ നന്മയുടെ വഴിയിലേക്ക് തിരിയും, തിന്മ ചെയ്തവൻ തിന്മയുടെ വഴിയിൽ. അവിടെ സെക്യൂരിറ്റികളൊന്നും തന്നെയില്ല. നമുക്ക് കാണുമ്പോഴേ അറിയാം നമ്മുടെ വഴി ഇതാണെന്ന്, നമ്മൾ അങ്ങോട്ട് തിരിയും. അതുകൊണ്ട് പ്രിയ ദേവദാസനെ, ദേവദാസിയെ, നമ്മുടെ പ്രസ്ഥാനത്തെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഓർക്കാം, നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഒരു സമയത്ത് ഇടുക്കി ജില്ലയിൽ ഏലപ്പാറയിൽ കോഴിക്കാനത്ത് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏലപ്പാറ വന്നിട്ട് ഇപ്പൊ പറഞ്ഞ കടയിൽ കയറി സെൽവത്തിന് പച്ചക്കറി സെൽവം എന്ന് പറഞ്ഞാൽ അവിടെ കയറാം. അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ ആരോട് ചോദിച്ചാലും നമ്മുടെ ചർച്ചിന്റെ വാതിക്കൽ വണ്ടിയിൽ വന്നിറങ്ങാം, താമസിക്കാം. ഒരു കുഴപ്പവും ഇല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. ഒരു വാക്ക്. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറും പ്രാവേ നിൻ ഇണവരാറായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറും പ്രാവേ നിൻ ഇണവരാറായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറും പ്രാവേ നിൻ ഇണവരാറായി. ഒരുക്കാൻ പോയി വരുമെന്നോരത്തു, ഒരുക്കാൻ പോയി വരുമെന്നോരത്തു, കരുതിയതെല്ലാം നിനക്കല്ലയോ. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറും പ്രാവേ നിൻ ഇണവരാറായി. ആ വരവിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൻ എപ്പോ വരും എന്ന് പറയാൻ കഴിയത്തില്ല. എപ്പോ വന്നാലും ആ ഒരുക്കത്തോടെ ആയിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ഈ പകൽ അങ്ങയുടെ പാദത്തിൽ കടന്നു വരുന്നു. ഈ നല്ല സമയത്തെ ഓർത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നേരിട്ടുള്ള ബന്ധമില്ല, മൊബൈൽ കൂടി മാത്രമുള്ള ബന്ധമാണ്. ആമേൻ. കർത്താവേ, സാക്ഷി ഷിമേൽ പാസ്റ്റർ മുഖാന്തരം മൊബൈൽ കൂടി കേൾക്കുവാനിടയായതുകൊണ്ടാണ് ഈ പ്രിയ ദേവദാസിനെ ദാസിയൊക്കെ പരിചയപ്പെടുവാനിടയായതിൽ ഞങ്ങളെ അടുത്തും അകലെയുമായി അറിയുന്ന സ്വർഗ്ഗത്തിലെ ദൈവം ആകേലപ്പച്ചന്റെ കരങ്ങളിൽ പ്രിയ ദേവദാസിന്റെ പ്രവർത്തനങ്ങളെ, ദൈവമക്കളുടേതായ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാൽ കഴിയുന്നതായ കർത്താവിന്റെ വേല ആമേൻ അങ്ങ് വരുന്നത് വരെയും ചെയ്യണം. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നത് ആ ദൗത്യമായി പ്രിയ ദേവദാസന്മാരായിരിക്കുന്നു.
അവരെ ദൈവം അനുഗ്രഹിക്കണം, അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. എളിയവനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. വീണ്ടും കർത്താവ് വരവ് താമസമെങ്കിൽ കൂടി കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ കൂട്ടത്തിൽ ആ സഭയിൽ ഏതെങ്കിലും സുഖമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതൽ അവർക്ക് ദൈവം നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്ന ഒരേ ഒരു കൃപ ആമൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തീർച്ചയായിട്ടും ഇന്ത്യ ശ്വാസം വരെയും അതിൽ തന്നെ അടിയൻ ആഗ്രഹിക്കുന്നു. ഇതിനെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥനീയ സ്തോത്രം സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഓക്കെ.